അസ്സലാമലൈക്കും. സദ്യ സ്പെഷ്യലായിട്ടുള്ള സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് തുവരപ്പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വലിയ പീസായിട്ട് കട്ട് ചെയ്തതും, ഒരു വലിയ ക്യാരറ്റ് വലിയ പീസായിട്ട് കട്ട് ചെയ്തതും, ഒരു ചെറിയ പീസ് ചേനയും, ഒരു ചെറിയ പീസ് ചേമ്പും, ഒരു ചെറിയ വഴുതനങ്ങ 4ആയിട്ട് കട്ട് ചെയ്തതും, 2 പച്ചമുളകും, ഒരു ചെറിയ സവാള നീളത്തിലരിഞ്ഞതും, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 2 നുള്ളി കായപ്പൊടിയും, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് വെജിറ്റബിൾസിൻ്റെ മുകളിലായിട്ട് വെള്ളം വരുന്ന രീതിയിൽ വെള്ളം കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് ചെറിയൊരു പീസ് പുളി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കണം. ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും, 1 നുള്ള് ഉലുവയും, 2 നുള്ള് കായപ്പൊടിയും, 5 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, 1/2 ടീസ്പൂൺ മുളക് പൊടിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് മൊത്തത്തിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി കുക്കർ ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പുളിവെള്ളം ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ച മസാലപ്പൊടികളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കുമ്പോഴേക്കും നല്ല കട്ടിയിൽ നല്ല കുറുകി വരും കറി. നല്ല വെള്ളം കൂടുതലുള്ളതുപോലെ തോന്നും, പക്ഷേ ഇങ്ങനെ കുറുക്കിയെടുത്ത് കഴിഞ്ഞാലാണ് സാമ്പാർ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും, 1 ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. സദ്യയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റുള്ള സാമ്പാറാണ്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വറുത്തരക്കാതെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു സാമ്പാർ റെസിപ്പിയാണ്. കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.